പുതുയുഗയാത്രയുടെ സമാപന വേദിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് നിയന്ത്രിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി നിയന്ത്രിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിൽ CPIM-ഉം BJP-യും ശത്രുക്കളല്ല, CJP ആണുള്ളതെന്നും രാഹുൽ ആരോപിച്ചു. Mr. Modi is controlled by President Trump. And the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. The CBI and the ED take action against opposition politicians, but do not take action against the Chief Minister of Kerala. In fact, in Kerala, it is not the CPM and the BJP. It is the CJP that they are partners. And everybody knows that they are working together in Kerala to defeat the UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ 5 വാഗ്ദാനങ്ങളുമായി UDF. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. We are going to provide some basic protections to the people of Kerala. So we have 5 guarantees which we are proposing for the people of Kerala. First guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college-going girl students. Welfare pensions increased to 3,000 rupees a month. One of our greatest leaders was Oommen Chandy ji. So we are going to name the new health insurance scheme for Kerala after Oommen Chandy ji. And that is going to provide 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. And a dedicated ministry for senior citizens' welfare. And we are proud that we are providing this protection to the people of Kerala. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് ഷിജോ കുര്യൻ എന്നിവർ ചേരുന്നു. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, UDF-ന്റെ പുതുയുഗയാത്ര അതിന്റെ സമാപനം തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുമ്പേ തന്നെ ഒരു പ്രകടന പത്രിക UDF പുറത്തിറക്കുന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ സമാപന ഉദ്ഘാടന പ്രസംഗം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതേസമയം രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നു. രാഷ്ട്രീയ വിമർശനവും കടുപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. വിവരങ്ങൾ. പ്രജിൻ, 2 കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്തെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ. ഒന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങളാണ്. UDF-ന്റെ പ്രകടന പത്രികയൊക്കെ പുറത്തിറങ്ങാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ പ്രകടന പത്രിക എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വോട്ടർമാരെ ആകർഷിക്കാൻ ഉതകുന്ന പദ്ധതികളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ എന്ന പ്രഖ്യാപനം സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർണാടക മാതൃകയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ക്ഷേമ പെൻഷൻ മാസം 3000 രൂപയാക്കുമെന്നതാണ് രണ്ടാമത്തെ പ്രഖ്യാപനം. മൂന്നാമത്തെ പ്രഖ്യാപനം, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ്. അത് നേരത്തെ രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ വിജയകരമായി അത് നടപ്പാക്കിയതാണ്. അതിൻ്റെ അതേ മാതൃകയിലായിരിക്കും ഉമ്മൻചാണ്ടിയുടെ പേരിൽ കേരളത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നത്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഇതിലൂടെ ഉറപ്പുവരുത്തും എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ് ആരംഭിക്കും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. ചെറുപ്പക്കാർക്ക് ഈ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും എന്ന പ്രഖ്യാപനവും രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ 5 വാഗ്ദാനങ്ങളാണ് വോട്ടർമാർക്ക് മുന്നിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും CPIM-നുമെതിരായ കടന്നാക്രമണമായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ആക്രമണമാണ് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി ഇന്ത്യ സഖ്യവുമായുള്ള നിലപാട് ഇതൊക്കെ കണക്കിലെടുത്ത് CPIM-നും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരെ വലിയ തോതിലുള്ള വിമർശനത്തിന് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും തയ്യാറായിരുന്നില്ല. പക്ഷേ ആ നിലപാട് മാറ്റി ശക്തമായ കടന്നാക്രമണം
പിണറായി വിജയനെതിരെ നടത്തിയിരിക്കുന്നു, CPIM-നെതിരെ നടത്തിയിരിക്കുന്നു, സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നു. ട്രംപിനെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതുപോലെയാണ് നരേന്ദ്രമോദി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയന്ത്രിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന ഈ മുഖ്യമന്ത്രിയെ ഈ കേന്ദ്ര ഏജൻസികൾ, മറ്റു പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ EDയും CBIയും ഒക്കെ പലവട്ടം ചോദ്യം ചെയ്തു. തന്നെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. നിരവധി തവണ ചോദ്യം ചെയ്യലിന്, ഈ കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് താൻ വിധേയനായിട്ടുണ്ട്. പക്ഷേ കേരള മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾ ആ നിലയിലുള്ള പ്രതികരണമല്ല മറ്റു പ്രതിപക്ഷ നേതാക്കളോട്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള പ്രതിപക്ഷ നേതാക്കളോടുള്ള സമീപനമല്ല കേരള മുഖ്യമന്ത്രിയോട് കേന്ദ്ര ഏജൻസികൾ കാണിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരും BJPയും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയും CPIM-ഉം തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ CJP-യാണ് UDF-നെ നേരിടുന്നത് എന്നും രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ നടത്തി. അമേരിക്കയ്ക്ക് വഴങ്ങുന്ന സർക്കാരാണ് കേന്ദ്രത്തിലേത്. എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് അത് ഭയന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാര കരാറിൽ ഒപ്പിടാൻ തയ്യാറായത് എന്ന കാര്യവും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.